അഭിലാഷം ചെറിയ സിനിമയെന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം അതിന്റെ ഷൂട്ടും കാര്യങ്ങൾക്കും വലിയ ചെറിയ സിനിമയൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. ചെറിയ സിനിമ അതിന്റെ ഷൂട്ട് ഡേയ്സ് വലിയ സിനിമയാണ്. എത്ര ദിവസമായിരുന്നു? 58 ദിവസം 58 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ആർട്ടിസ്റ്റുകളും ഉണ്ട്. 57 ദിവസം. അതുപോലെ ചെറിയ സിനിമ എന്ന് വെച്ചാൽ അതിന്റെ ത്രെഡ് ചെറുതാണ്. വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ 57 ദിവസവും നമുക്ക് ഷൈജു കുറുപ്പ് നമ്മളെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അത് ആ മനുഷ്യന്റെ ഒരു മര്യാദയുണ്ട്. അതൊരു മറ്റുള്ള രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ചിലപ്പോൾ പുള്ളിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. എൻ്റെ സ്വഭാവത്തിന് ഞാൻ വിളിച്ച് ഓടി കൂടെ ഒക്കെ എന്തെങ്കിലും പറയും. ആ പുള്ളി മര്യാദക്കാരനായതിന്റെ പേരിൽ തിരിച്ചൊന്നും പറയുന്നില്ല. ആ അയാള് നല്ല നല്ല ആളാണ്. നല്ല ആളാണെങ്കിൽ പോലും മറ്റുള്ളവരൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിൽ നിൽക്കണത് ഗോസിപ്പ് പഠിക്കണത് പാരിതോഷം. നല്ല ആൾക്കാരെ വരെ ഇവിടെ മാറ്റിമറിക്കാം. ചെവി തിന്നാന്ന് പറയും. ചെവി തീറ്റാന്ന് പറയണത് അത് ഒരാളെ എല്ലാ ദിവസവും ഹൈദരാലിയുടെ ചെവിട്ടില് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹൈദരാലി മാറിപ്പോവും. എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കല്ലേ. അത് നമ്മളിപ്പോ 500 രൂപ ഫോൺ കൊടുത്ത വരികയാണ്, പേസ്റ്റ് ഫ്രീ കൊടുത്ത വരികയാണ്. എല്ലാ ദിവസവും ആഡ് ചെയ്താല് റെഡിയായി കിട്ടും. ആരെ മാറ്റിയെടുക്കാം. തങ്കപ്പെട്ട മനുഷ്യർ ഇല്ലാന്ന് പറയാതില്ല. ഇല്ല, തനിക്ക് ആ കാര്യത്തില് മോശമൊന്നുമില്ല. പിന്നെ അർജുനുണ്ടായിരുന്നു. അർജുനും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഷൈൻ ടോം ചാക്കോയും ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഒരു എന്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാലും ഇവിടെ പലതും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. റിയൽ ആയിട്ട് അലിയാരിന് ഞാൻ അടുത്തറിയുമ്പോഴുള്ള അലിയാർക്ക് നോക്കി ഇന്ന് റോട്ടിൽ കൂടെ പോണവനെ പറ്റി അവൻ കള്ളനെന്ന് പറയാൻ പാടില്ല. അലിയാരും ഞാനും കുറെ നാൾ അനുഭവം ഉണ്ടായാലോ പറയാൻ പാടുള്ളൂ. റോട്ടിൽ കൂടെ പോണവനെ കൂടെ കള്ളൻ എന്ന് പറയും. ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെ എനിക്ക് പേഴ്സണലി ബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ പോലും എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അയാൾ കുറച്ചും കൂടെ ജെന്യുവിനാണ്, തുറന്ന് പറയണ ആളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂസ് വരും. എന്തുകൊണ്ട് ആക്രമിക്കപ്പെടും. നമ്മളൊരു കാര്യം തുറന്ന് അതിനുള്ള ഹൈദരാലിനെ റോഡ് മോഡലാക്കി വെച്ചേക്കുന്നത്. ഇന്ന് സിനിമ ചെയ്യുമ്പോൾ എൻ്റെ റോഡ് മോഡൽ ഹൈദരാലിയാണ്. എന്തിനാണ് അറിയാം, ഹൈദരാലിക്ക് ഡീൽ ചെയ്യാനറിയാം. ആ സാധനം ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റും. അപ്പൊ ഷൈൻ ടോം ചാക്കോനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ്, അയാള് പ്രൊഡ്യൂസർക്ക് ഒരു വിഷയം ഉണ്ടാക്കാത്ത അത്രയും നല്ല മനുഷ്യനാണ്. അയാൾക്ക് ഉണ്ടാവണമെന്ന് ഇവിടുത്തെ മറ്റുള്ള ഇഷ്യൂസുകളില്ല. ഒന്നുകൊണ്ട് ഇപ്പൊ ഹൈദരാലി ആയിട്ട് തെറ്റാ. ഹൈദരാലി അപ്പൊ തന്നെ വേറെ അവർ കോക്കസ് ഉണ്ടാക്കിയിട്ട് അയാളെ ശത്രുതയാക്കുകയാണ്. ഇവിടെ അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. വേറൊരുത്തനെ ശത്രുത ഉണ്ടാവില്ല. ആ പയ്യനായിരിക്കും ശത്രുത. ഹൈദരാലില് ഇവരൊക്കെ കൂട്ടുപിടിച്ചിട്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. ആ മനുഷ്യരൊക്കെ ശരിക്കും അതാണ് ഞാൻ പറയുന്നത്. നല്ലവർക്ക് ഇവിടെ തുറന്ന് പറയണവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആർക്കാണ് ഹൈദരാലി? ഒന്ന് രാഷ്ട്രീയക്കാര്, ഒന്ന് വക്കീല്, ഒന്ന് പത്രപ്രവർത്തകർ, ഒന്ന് സിനിമാക്കാര്. ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിയുള്ള ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ് ചെയ്യണവർക്ക്. ഇവർക്ക് ഇവിടെ നിൽക്കാനറിയാ. ഇവിടെ മലവെള്ളം കയറിയാലും പത്രക്കാര് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ മൊത്തം വെള്ളം കയറി. പത്രപ്രവർത്തകർ മുകളിൽ സംസാരിക്കണ്ടാവും. മറ്റേ കൃഷ്ണൻ നടക്കണവര് ആലിലയിൽ നടന്നുകൊണ്ട് ബൈക്കും പിടിച്ച് നടക്കും. അപ്പൊ ഇവിടുത്തെ പത്രക്കാര് വെള്ളം കോരി നമ്മളൊക്കെ ഇത്ര മുങ്ങിക്കുമ്പോൾ പത്രക്കാരൻ ബൈക്കും പിടിച്ച് ആ പ്ലേറ്റിൽ നടക്കുന്നത് പണിയാണ്. അപ്പൊ അത്രയും ബുദ്ധിയില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂല്ലോ. അത് കുറ്റം പറയും. അല്ല, ആ അത്രയും ബുദ്ധി ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല്ലോ. ഇവിടെ ഫുള്ള് വെള്ളം കയറിക്കുമ്പോ ഇയാള് ബൈക്കും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധിയില്ലാണ്ട് പറ്റുമോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി present you the perfect English. WhatsApp now 9633 888 575.